ഇന്നത്തെ ആയുർജീവനത്തിൻ്റെ ടോപ്പിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഒരു റൗണ്ട് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്ക് തന്നെയാണ്. അൾസേഴ്സിനെ കുറിച്ചാണ്. വളരെ കോമൺ ആയിട്ട് കാണുന്നത് കൊണ്ടും ഒരുപാട് പേര് അതിനുള്ള റെമഡീസ്, പല ടൈപ്പ് ഓഫ് റെമഡീസ്, അതിന് ഹോം റെമഡീസ് ഉള്ളത് കൊണ്ടും ഒരു സെറ്റ് ഓഫ് ഹോം റെമഡീസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അൾസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഏതൊരു വ്രണം അല്ലെങ്കിൽ മുറിവ് എന്നൊരർത്ഥമാണ് അൾസർ എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം. ശരിക്കും നമ്മുടെ ഓർഗനിൽ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസിൽ, ശരീരത്തിലെ കലകളുടെ മുകളിൽ കാണുന്ന ഓപ്പൺ സോറിനെ, അതായത് തുറന്ന വ്രണങ്ങളെയാണ് അൾസേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരം അൾസേഴ്സ് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ, അതായത് നമ്മുടെ വയറിലും ഡിയോഡിനത്തിലും ഈസോഫാഗസിലും ഈ ഒരു ട്രാക്റ്റിൽ വരുമ്പോഴാണ് നമ്മളതിനെ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന വ്രണങ്ങളെയാണ് അൾസർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റൊമക് അൾസേഴ്സ് ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാന കാരണം ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ മിക്കവരുടെയും സ്റ്റൊമക്കിൽ കാണും. പക്ഷേ അതൊരു ദോഷകാരിയായിട്ട് മാറുന്നത് നമ്മുടെ ഭക്ഷണശീലത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ്. ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ദഹനരസങ്ങൾക്ക് ദഹിപ്പിക്കാൻ ഭക്ഷണം കിട്ടാതെ ആകുമ്പോൾ അത് നമ്മുടെ വയറ്റിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്നത് വഴി അൾസർ ഉണ്ടാകാം. പിന്നെ ഹെറിഡിറ്റി ഒരു വലിയൊരു കാരണമാണ് അൾസറിന്. പിന്നെ O ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റൊമക് സെൻസിറ്റിവിറ്റിയും അൾസറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിലോ, സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിയോഡിനത്തിലോ എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തുകൾ ഉണ്ടെങ്കിലോ, അതുപോലെ തന്നെ മറ്റ് കരൾ രോഗങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ ഈ ഒരു അൾസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അൾസറിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം വയറുവേദന തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ തൊട്ട് ഒരു 2 മണിക്കൂർ, ആ ഒരു 1-1.5 മണിക്കൂർ ഗ്യാപ്പിൽ ആ ഒരു സമയത്തുണ്ടാകുന്ന നമ്മുടെ പൊക്കിളിൻ്റെ മുകൾ ഭാഗത്തായി വരുന്ന വേദനയാണ് അൾസറിൻ്റെ ഒരു ടിപ്പിക്കൽ സിംറ്റം എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ അർദ്ധരാത്രിയിൽ നമ്മൾ ഒട്ടും തന്നെ ഫുഡ് ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണരുകയും നമുക്ക് ആ ഒരു സമയത്ത് ഈ ഒരു വയറുവേദന കൊണ്ട് ഉണരുകയും ഈ ഒരു അപ്പർ അബ്ഡോമിനൽ പോർഷനിൽ ഉണ്ടാകുന്ന പെയിനും അൾസറിൻ്റെ ഒരു ടിപ്പിക്കൽ സിംറ്റം തന്നെയാണ്. അതുകൂടാതെ കോൺസ്റ്റിപ്പേഷൻ വരാം, അതുപോലെ നമ്മുടെ സ്റ്റൂളിൽ ബ്ലഡ് വരാം, അതുപോലെ ഛർദിലിൽ കാണുന്ന രക്തവും, ഇതൊക്കെ അൾസറിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഇത് കമ്പൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഒന്നിലധികമോ സിംറ്റംസ് ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ അൾസറിൻ്റെ ഒരു ചെക്ക് ഡോക്ടറിനെ കൊണ്ട് ചെയ്യിക്കുക തന്നെ വേണം. നമ്മുടെ വാഴപ്പഴമാണ് ഞാൻ ആദ്യം അൾസറിനായി പറയാൻ പോകുന്ന ഹോം റെമഡി. കാരണം നമ്മുടെ വാഴപ്പഴത്തിന് ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഹെലിക്കോബാക്ടർ പൈലോറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ശരിക്കും പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ വാഴപ്പഴം കൂടുതലായിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിനൊക്കെ നല്ലൊരു കട്ടി വരും. കൂടുതലായിട്ട് വാഴപ്പഴം കഴിക്കുന്ന അനിമൽസിൽ നടത്തിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൂടാതെ മ്യൂക്കസ് സെക്രീഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനുള്ളൊരു കപ്പാസിറ്റിയും ഒക്കെ ഈ വാഴപ്പഴം റെഗുലറായിട്ട് കഴിക്കുമ്പോഴുണ്ടാകും. അതുകൊണ്ട് അൾസറിൻ്റെ ഇഷ്യൂ ഉള്ളവർ കൂടുതലായിട്ട് ഈ വാഴപ്പഴം, ഏത് തരത്തിലുള്ള വാഴപ്പഴമാണെങ്കിലും അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വാഴപ്പഴം പോലെ തന്നെ അൾസറിനുള്ള മറ്റൊരു റെമഡിയാണ് ശരിക്കും ക്യാബേജിൻ്റെ ഉപയോഗം. ഈ ക്യാബേജ് കുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് റോ ആയിട്ടുള്ളൊരു ക്യാബേജ് ജ്യൂസ് ഇത്തരത്തിലുള്ളൊരു സൈസിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 1/4 നല്ല മിക്സിയിൽ അടിച്ച ഒരു കട്ടിയുള്ള ജ്യൂസ് വെറും വയറ്റിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഈ അൾസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനുണ്ട്. അതിനൊരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്റ്റൊമക് ആസിഡ്സിനെ ന്യൂട്രലൈസ് ചെയ്യാനും അതിൻ്റെ ഒരു ശക്തി കുറയ്ക്കാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഈ റോ ആയിട്ട് ക്യാബേജ് ജ്യൂസ് കഴിക്കുന്നതിനുണ്ട്. അഥവാ നിങ്ങൾക്ക് അതിൻ്റെ ചവർപ്പ് വളരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ക്യാബേജ് റെഗുലറായിട്ട് ആഴ്ചയിൽ 4-5 പ്രാവശ്യം ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വളരെ കൂടുതലായിട്ടുള്ളവർ മാത്രം ഈ ഒരു റോ ക്യാബേജ് ജ്യൂസ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാബേജ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഡെഫിനറ്റായിട്ടും അൾസറിന് നല്ലൊരു ക്യൂറേറ്റീവ് ആയിട്ടുള്ളൊരു റെമഡി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അൾസറിൻ്റെ ബുദ്ധിമുട്ടുള്ളപ്പോൾ അതിമധുരത്തിൻ്റെ പൊടി രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് അതിമധുരത്തിൻ്റെ പൊടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആസിഡ്സ്, അതായത് നമ്മുടെ ഈ ദഹനരസങ്ങൾ നമ്മുടെ വയറ്റിലുള്ള ആ ലൈനിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി നല്ലവണ്ണം കുറയ്ക്കും. അതായത് ഈ ഒരു ആസിഡ്സിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ആ ശരീരത്തിലെ കോശങ്ങളെ ബാധിക്കാതിരിക്കുന്നതിന് ഈ അതിമധുരത്തിൻ്റെ പൊടി കഴിക്കുന്നത് എഫക്റ്റീവായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ അൾസറിൻ്റെ ബുദ്ധിമുട്ട് മാറാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഫൈബറസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ള മിക്കവർക്കും അറിയാമായിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാൽഷ്യം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ കൂടുതലായിട്ട് തന്നെ ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ളൊരു ടെൻഡൻസി വരുത്തും. അതുകൊണ്ട് പാൽ വളരെ
കുറവായിട്ട് വളരെ മിനിമലായിട്ട് അവോയ്ഡ് ചെയ്താൽ അഡൽട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പാലിന് പകരം നമ്മുടെ പുളിപ്പില്ലാത്ത തൈര് ഉപയോഗിച്ചാൽ മതി. കാൽഷ്യത്തിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് പാല് ഡയറക്റ്റ് ആയിട്ടുള്ള യൂസ് മാക്സിമം കുറയ്ക്കുന്നത് ഈ അൾസറിന് നല്ലവണ്ണം തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ സമയാസമയത്ത് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അൾസർ മാക്സിമം നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.